എന്താണ്? എടീ പ്രീതിച്ചിയെ വിളിച്ചത്. ഉണ്ണിമോളെ വയസ്സറിയിച്ചത്. ഈശ്വര, എന്ത് പെട്ടെന്ന് പിള്ളേര് വളരുന്നല്ലേ. ആലേ. അല്ലടി, നമുക്ക് എന്തൊക്കെയാണ് അവൾക്ക് കൊടുക്കണ്ടേ? നമുക്ക് അവൾ കുറച്ച് ഡ്രസ്സും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാലോ. അതല്ല, ഞാൻ അവളെ ചിറ്റപ്പനല്ലേ. മാത്രമല്ല അവള് നമ്മളെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ. അപ്പം ഗോൾഡായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഗോൾഡാ? സ്വർണത്തിന് തീവല പിടിച്ചിരിക്കണ സമയത്തല്ലേ ഗോൾഡ് കൊടുക്കണത്. നമുക്ക് അവളുടെ കല്യാണത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഗോൾഡേ, ആ പൈസ എനിക്ക് താ, ഞാൻ എന്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചോളാം. അല്ല, നിങ്ങളിവിടെ വന്നേ, ചായ കുടിച്ചേ. ഗോൾഡ് വാങ്ങിക്കാതെ നടക്കണ ഇപ്പൊ, വേറെ പണിയില്ല. ഗോൾഡ്. എടീ, പ്രവീൺ എന്തായിരുന്നാലും ഉണ്ണിമോക്ക് ഗോൾഡ് കൊടുക്കും. നമുക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ? പ്രവീണിന് അങ്ങനെയൊക്കെ ചെയ്യാം. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ കുട്ടികളും പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല. അവന് വാരിക്കോരി കൊടുക്കാം. പക്ഷെ അതുപോലെയല്ല നമ്മൾ. നിങ്ങൾ ഗോൾഡ് കൊടുക്കണ കാര്യം ചിന്തിക്കാം. എടീ, അതിനിപ്പം നമുക്ക് കാശിന് വലിയ ടൈറ്റൊന്നും ഇല്ലല്ലോ. ഒരുവിധം തട്ടിമുട്ടിയൊക്കെ നമ്മൾ പോകുന്നില്ലേ. ഒരു അരപ്പവനിൽ കുറഞ്ഞ വളയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആകെ മോശമാണ്. എന്ത് മോശം? അരപ്പവന്റെ വളേ രൂപ 50,000 എണ്ണി കൊടുക്കണം. ദേ, നമുക്ക് 2 പെൺകുട്ടികളായിരുന്നെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നെങ്കിലും വിചാരിക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നല്ല. ഗോൾഡ് കൊടുക്കണ ആരും നിങ്ങളുടെ അടുത്ത് പറയേ വേണ്ട. എടീ, അങ്ങനെയല്ല. പ്രീതേച്ചി ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു സഹോദരിയാണ്. പിന്നെ ഉണ്ണിമോളുണ്ടായതിനു ശേഷം രാത്രിയൊക്കെ അവൾ കരയുമ്പോൾ ഞാനും പ്രവീണും മാറി മാറി അവളെ എടുത്തിട്ടുണ്ട്. അവളെൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേടേ. അപ്പൊ ഞാനും ഇവരെന്താ നിങ്ങളുടെ 2ാം കെട്ടില്ലയോ? നിങ്ങളെ പറ്റി പറയുമ്പോ എന്തൊരു സ്നേഹ വഴിഞ്ഞൊഴുകണത്. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്തെ ഭയങ്കര പിണക്കായിരുന്നല്ലോ ഇവർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുമ്പോ, വാടക വീട്ടിൽ കഷ്ടപ്പെട്ട സമയത്ത് ആരും ഉണ്ടായില്ല സഹായിക്കാനായിട്ട്. അതുകൊണ്ട് കൂടുതൽ സഹോദര സ്നേഹം ഒന്നും കൂടെ വിളമ്പണ്ട. അമ്മേ, ഞാൻ അവനൊന്ന് കളിക്കാൻ പൊക്കോട്ടെ. പൊക്കോ, വീഴരുതേ. കണ്ണനെ നോയിക്കോണേ കിച്ചു. ഓടിക്കളിക്കില്ല കേട്ടാ. പ്രശാന്തേട്ടൻ എന്താ വിചാരിക്കുന്നത്? നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നോ? എന്തൊക്കെ കാര്യങ്ങളുള്ളതാ പ്രശാന്തേട്ടാ. 2 പിള്ളേര് വളർന്നു വരിക, അവരുടെ വിദ്യാഭ്യാസം, പഠിപ്പ്, ഇതിനു വേണ്ടി കാശൊക്കെ നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കണ്ടേ? എടീ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. പ്രശാന്തേട്ടൻ ഒന്നും പറയണ്ട. ഇനി കൂടുതൽ പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഫംഗ്ഷന് ഒറ്റയ്ക്ക് പോണ്ടി വരും. അല്ല, ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി വേണ്ടേ? ഞാൻ കഴിച്ചോളാം. പിടിക്കാൻ കൊണ്ട്